അസ്സാം വലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് ഇക്ക രാവിലെ എണീച്ചിട്ട് കോഴിക്കോട് പോവുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈവനിങ് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇക്ക എവിടെ ചെന്നൈയിലാണ് ഇപ്പം ജോബ് ചെയ്ത് പോകുന്നത്. വീക്കെൻഡിൽ നാട്ടിൽ വരും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പോയ ശേഷം ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് അങ്ങ് കിടന്നു. രാവിലെ എണീച്ചു ഒരു ചായ സാൻഡ്വിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ പോയിട്ടോ. നമ്മൾ ലഘുവായിട്ട് ഇങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞതിന് ജിനി ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് പറയുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഓരോ ചെറിയ ചെറിയ വേർഡ്സൊക്കെ പറയുമ്പോഴേ എനിക്ക് അങ്ങനെ വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡ്സൊക്കെ പറയണേ. ഇനിയിപ്പോൾ എന്താണ്. ഓക്കെ, പാല് വന്നു. ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. കുറേ കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്യാവശ്യം കയറി പോയിക്കണല്ലോ. മാഷാല്ലാ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് ഇതിൻ്റെ റേഷ്യോ ഒന്ന് പറയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 നാഴി പച്ചരിയിലോട്ട് 1 നാഴി ഉഴുന്ന്. ഇനി അഥവാ ഉഴുന്ന് അധികം പൊങ്ങിയിട്ടില്ലെങ്കിൽ ഇച്ചിരിയും കൂടി കൂടുതലെടുത്തോ. പിന്നെ 1 സ്പൂണ് ഉലുവ. ഇത്രയും മതി നമ്മുടെ ദോശയ്ക്ക് നമുക്ക് ആട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈവനിങ് നമുക്ക് അത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊന്ന് കഴുകിയെടുക്കട്ടെ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാൾക്ക് ശേഷം ഒരു ദിവസം കൊണ്ട് 5K വ്യൂസ്. എനിക്ക് അതിനെക്കാട്ടിലും വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ ഈയിടെയായിട്ട് വ്യൂ കമ്മിയായിരുന്നു. ഇത് ഭയങ്കര സന്തോഷം ആയിട്ടുണ്ട്. എന്തായാലും കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓരോ കമൻറ്റും വായിച്ച് ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ 1000 എബോവ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴുള്ള പോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നീട് നോക്കിയിട്ടില്ല. ഇപ്പമാണ് ഞാൻ നോക്കിയത്. മേ ബി ഈ ഒരു വീഡിയോ ഔട്ടാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കമൻറ്റ്സ് നോക്കാം അല്ലേ. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത ശേഷം വീണ്ടും നമ്മുടെ അരിനെ ഒന്നുകൂടെ കഴുകിയിട്ട് നല്ലൊരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 6 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഓക്കെ. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ഇതാ വേഗം ഞാൻ അടിച്ചു വാരിയെടുക്കുന്നുണ്ട്. കൂടുതൽ പേര് ജിനി ചുരിദാറിൻ്റെ ലിങ്ക് തരുമോ, വീഡിയോ സൂപ്പറാട്ടോ, ജിനിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ചുരിദാറിൻ്റെ ലിങ്ക് ഞാൻ നാളത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. കാരണം അല്ല, ഈ വ്ളോഗിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. നാളത്തെ അല്ല, ഈ വ്ളോഗിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. കുറേ പേര് എന്നോട് അതന്നെയാണ് ചോദിക്കുന്നത്. AC ഏത് ബ്രാൻഡാണ് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏത് ബ്രാൻഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഡൈക്കൻ ആണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ്. അത്യാവശ്യം നല്ല AC ആണ്. അത്യാവശ്യം നല്ല നമ്പർ 1 AC-കളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ വോൾട്ടേജിൻ്റെ പ്രശ്നം കാരണമാണ് നമ്മുടെ ഇവിടെ ഓണാവാത്തത് എന്നുള്ളത് റിപ്പയർ ചെയ്യുന്ന ആൾ വന്ന് പറഞ്ഞു. കാരണം ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഓണാവാറുണ്ട്. രാത്രി ആകുമ്പോൾ 2 AC നമുക്ക് ഓണാവാറുള്ളൂ. പിന്നെ ഒരു സമാധാനം, 2എങ്കിലും ഓണായി കിട്ടിയെങ്കിൽ എന്ന്. കാരണം 1 ഓണായി കഴിഞ്ഞാൽ പണി കിട്ടി. ഞാനും കുട്ടികളും ഒക്കെ ചൂടിൽ കിടക്കേണ്ടി വരും. കാരണം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും റൂമിലാണെങ്കിലും, നമ്മുടെ റൂമുകളൊക്കെ കുഞ്ഞു റൂമല്ലേ, സ്പേസ് കുറവാണല്ലോ. മറ്റേതാകുമ്പോൾ കുട്ടികളുടെ റൂമിലേക്ക് ഞാനും ഇക്കയും കൂടി ഷിഫ്റ്റ് ചെയ്യും. ഇക്ക അവിടെ ഉള്ള സമയത്താകുമ്പോൾ അവിടെ 2 കട്ടിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറാറാണ് പതിവ്. ഇന്നും ഇപ്പോൾ ഞാൻ AC ഓണാക്കിയിട്ടാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഓണാവുന്ന ഒരു ചാൻസും കാണുന്നില്ല. ഓണാക്കി വെച്ചിട്ട് ഇവിടെ ഏകദേശം അരമണിക്കൂറായി. നോ ചാൻസ്. അപ്പോൾ ഇന്നും പിള്ളേരിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ അടിച്ചു വാരി കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അവിടെ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ നമുക്ക് അത്ര ഇലകളൊന്നും ഉണ്ട് തോന്നില്ല കേട്ടോ. അടിച്ചു വാരി എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു മുറമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് തോന്നുക. പിന്നെ ജിനീത്ത സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖമാണോ മുത്തേ, സുഖമായിട്ട് പോകുന്നുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഇനിയും കുറേ ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞാൻ ദുആ ചെയ്യുന്നു. ആമീൻ.
വളരെ സന്തോഷമുണ്ട്. അതെ, നമ്മളും അത് തന്നെയാണ് മൈൻഡിൽ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് കേട്ടോ. പിന്നെ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയർ ഉമ്മ ആൻഡ് ഉപ്പ. മോസ്റ്റ് കമൻറ്റ് എനിക്ക് തോന്നുന്നു അവർക്ക് വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു. മെയ് 2-നായിരുന്നു കേട്ടോ. നൈസ് വ്ലോഗ് ജിനി, താങ്ക് യു. ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ചേർത്താം. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ 2ാമത്തെ ദിവസമാണിത്. പിന്നെ അടിപൊളി വ്ലോഗ്, ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. പിന്നെ ഞങ്ങളെവിടെയും ചെമ്പല്ലി മലപ്പുറം. അതെ അതെ, കാർ വലുതാക്കണം, 7 സീറ്റർ ആക്കണം. പിന്നെ ജിനി ഇപ്പോൾ എത്ര വെയിറ്റ്? ഞാൻ 74 ഉണ്ട് വെയിറ്റ്, 74 പോയിൻറ്റ് സംതിങ് ഉണ്ട് വെയിറ്റ്. അത് ഇനി വിട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. KFC കഴിച്ചാൽ കുഴപ്പം, KFC കഴിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ട്. അപ്പോൾ അവരിങ്ങനെ ബാഡ് കമൻറ്റൊക്കെ ഇടുന്ന കാണാറുണ്ട്. ഇനി എനിക്കറിയില്ല അതെന്താ അങ്ങനെ എന്നൊന്നും ഞാൻ കൂടുതൽ ചിന്തിക്കാറില്ല. മോന് കോളേജിൽ ചേർത്തിയോ? എവിടെയാണ്? എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് തോന്നുന്നു. കോയമ്പത്തൂർ ചേർത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു അവൻ്റെയും ആഗ്രഹം. നെഹ്റുവിൽ അവന് AI BTech കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. AI യുഗമല്ലേ ഇനി വരാൻ പോണത്. അപ്പോൾ നമുക്ക് ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല തോന്നി. പിന്നെ ആരെങ്കിലും അത് പഠിച്ചിട്ട് ഫ്ലോപ്പായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ആരുടെങ്കിലും മക്കളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കോഴ്സാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഷൊർണൂർ ഭാഗത്ത് ഉണ്ണിമേരി എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലുലുവിൽ പോയ ശേഷമാണ് ആ മീനിന് അങ്ങനെ ഒരു പേരുണ്ട് എന്ന് തന്നെ അറിയുന്നത് കേട്ടോ. ജിനി, അപ്പോൾ ഇക്കാക്ക് എത്ര വയസ്സായി? ഇക്കാൻ്റെ വയസ്സ് റിലീവ് ചെയ്യാൻ ഞാൻ ഇക്കാനോട് പെർമിഷൻ ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കമൻറ്റ് വഴി. ഇക്കാക്ക് ഇത് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ വയസ്സിൻ്റെ കാര്യം ഇപ്പോൾ തൽക്കാലം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഹസ്ബൻഡിന് സിബിലിങ്സ് ഇല്ലേ? ഇല്ല മുത്തേ, ഹസ്ബൻഡിന് സിബിലിങ്സ് ഒന്നുമില്ല. കപ്പ ആദ്യം വേവിച്ച് വെള്ളം ഫുൾ കളയണം. ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്ന് എനിക്കും അറിയാം. എനിക്ക് ആ ചട്ടിയിൽ നിന്ന് ഫുൾ എടുത്ത് കളയാനുള്ള മടി കാരണമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കളയാണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ മിന്നാന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ എന്തോ ഭയങ്കര എരിവുള്ളൊരു ന്യൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പിള്ളേർക്ക് അത് കഴിക്കാൻ വേണം പറഞ്ഞിട്ട്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഞാൻ 2ഉം കൂടെ ഒന്നിച്ചുണ്ടാക്കി. നമുക്ക് പിന്നെ കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ഇതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ കുറച്ച് ഓട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് വേഗം കുക്ക് ചെയ്ത് ഓട്സും ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അരി ഉഴുന്നും ആട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ ഇടില്ലേ, അങ്ങനെ ആവും. ഇടയ്ക്ക് ഇതുപോലൊരു ചേഞ്ച്. അങ്ങനെ ബദാമൊക്കെ കട്ട് ചെയ്ത് ഇട്ടു, ഇച്ചിരി ഹണിയും കൂടെ ആക്കിയിട്ടാണ് നമുക്കത് എടുത്ത് മാറ്റുള്ളൂ, എടുത്ത് കഴിക്കാൻ കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസ് അവിടെ റെഡിയാക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്സും കൊണ്ടുവച്ചിട്ടുണ്ട്. സ്പൂണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഓട്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ ബൗൾ ഇനി മേടിക്കണം. എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പേ ഉള്ളൂ. പിന്നെ എഗ് അതിൽ തന്നെ 1-2 പൊട്ടി തോന്നുന്നു കേട്ടോ. എയർഫോഴ്സിൻ്റെ ഡിന്നർ സെറ്റിലുള്ളതാണ്. ജിനി, സൂപ്പർ വ്ലോഗ്, എല്ലാ റെസിപ്പിയും അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, കോള എന്തിനാ കുടിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അല്ലേ കുടിക്കുന്നുള്ളൂ. നിങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കാറില്ലേ? ഇല്ല മുത്തേ. ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ എത്ര രൂപയായി ഒന്ന് പറയണം കേട്ടോ പ്ലീസ് എന്ന് പറഞ്ഞു. 13,000 രൂപയാണ് തോന്നുന്നു ബില്ല് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് എൻ്റെ ഇപ്രാവശ്യത്തെ ഡയറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എനിക്ക് വിത്തൗട്ട് കോഫി ചായ കുടിക്കാം എന്നുള്ളതാണ്. അത് മിൽക്ക് ഒഴിച്ചിട്ട് തന്നെ എനിക്ക് കുടിക്കാം. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം ഞാൻ കോച്ചിനൊക്കെ വെച്ചിട്ട് കോച്ച് പറയുന്നത് പോലെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. എൻ്റെ ബോഡിക്ക് എൻ്റെ തൈറോയിഡിൻ്റെ കാര്യങ്ങളും ഇഷ്യൂസും എൻ്റെ ഇഷ്യൂസ് എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അതുപോലെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് റിസൾട്ട് കാണുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും വീഡിയോ ചെയ്യണോ എന്നുള്ളത് ചോദിച്ച ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അല്ലാത്ത പക്ഷം ഞാൻ ചെയ്യത്തില്ല. ഓക്കെ. പിന്നെന്താ, കുറേ ലവും അതും ഇതൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കപ്പയുടെ കാര്യം ശരിയാണ്, തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വ്ളോഗിൽ കൊടുക്കാം.
കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കുമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ FBയിൽ ഞാൻ ഈയിടെയായിട്ട് കുറേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ AI ആണ്, ജിനിത്ത സുന്ദരി ആയതല്ല. ഞാൻ വീണ്ടും 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 പറയാണ്. പിന്നെ ചട്ടിയുടെ അടിയിൽ വയ്ക്കാൻ വളയമില്ലേ? ഉണ്ട് ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് എവിടുന്നാ ജിനിത്ത എന്ന് ചോദിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ്, സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഓൺലൈനിൽ നിന്നാണോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ FBയിൽ അതേ ആമസോണിലുണ്ട്. സൂപ്പർ വീഡിയോ എല്ലാം അടിപൊളി, താങ്ക് യു. മീനാക്ഷിപുരം കപ്പ ഏറ്റവും ടേസ്റ്റ് ആണോ? ഓക്കെ, അതിഞ്ഞ് ചോദിച്ചു മേടിക്കാം അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ഈ ബോട്ടിൽ 2 ലിറ്ററെങ്കിലും എനിക്ക് വെള്ളം കുടിക്കണം കേട്ടോ ഒരു ദിവസം. അതും ഫുള്ളായിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള വെള്ളം കുടിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 ലിറ്ററിലോ 2.5 ലിറ്ററിലോ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞിട്ട് അത് കുടിക്കാൻ. ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാപ്സ് മൊത്തത്തിൽ ഏകദേശം കട്ട് ചെയ്തിട്ട് എടുക്കല്ലേ. അങ്ങനെ ഒരു മാങ്ങയുടെ ചെറിയൊരു പീസ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഈ മാങ്ങ മുറിച്ചപ്പോൾ ചെറുതായിട്ട് ചെനച്ചിട്ടുണ്ടായിരുന്നു. പഴുക്കാൻ വേണ്ടി വെച്ചിട്ട് പഴുക്കാണ്ടായപ്പോൾ മുറിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ ചെന വന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല, എന്തായാലും മുറിച്ചില്ലേ, ഇതുകൊണ്ടൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തതിലോട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കായപ്പൊടിയും ചേർത്തി കൊടുക്കണം കേട്ടോ, കല്ലുപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അവിടെ ഇളക്കി മാറ്റി വയ്ക്കുക. തലേ ദിവസം തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടിയും ടേസ്റ്റാണ്. പിന്നെ ഇതാ കടുക് വറുത്തെടുക്കുന്നുണ്ട്. ഓയിൽ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തോളൂ. ഇച്ചിരി ഉലുവയും അതുപോലെ കറിവേപ്പില, കടുക്, വറ്റൽമുളക് ഇട്ടിട്ട് ഇത് ഈ പിക്കിളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നൊരു വെള്ളമൊക്കെ വരും കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ മാങ്ങ തേങ്ങ ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല, ഉമ്മാക്കും ഉപ്പാക്കും മാത്രം മതിയല്ലോ. ഞാൻ പിന്നെ റൈസ് കഴിക്കുന്നില്ലല്ലോ. പിന്നെ ജിനി ഞങ്ങളും ചെമ്പല്ലി എന്നാണ് പറയുന്നത്, അതിന് ഉണ്ണിമേരി എന്നും പറയുന്നുണ്ട്. ഓക്കെ ജിനി, എല്ലാ കറി ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറേ കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് AI ആണ്, ഒരിക്കലും അത് ഞാനല്ല. ഇതെല്ലാം ജിനി തന്നെയാണോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. AI കാണുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര സുന്ദരന്മാരാവുമല്ലോ. അങ്ങനെ വേഗം വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ എടുത്തുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ 2-3 ഡ്രസ്സൊന്നും ഇടും ചെയ്തു. ബാക്കിയൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് വേറൊരു കാര്യം ചോദിച്ചിരുന്നത്, ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ കാണിക്കുമോ എന്നുള്ളതാണ്. ഈ വ്ളോഗിൽ ഏറെക്കുറെ അതുണ്ട്. സോ കമൻ്റ് ഇട്ട ആൾ ഒരിക്കലും ഈ വ്ളോഗ് കാണാതിരിക്കരുത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താണ് എന്നോട് ചോദിച്ചത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സെൽഫ് കെയറും ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നും പറഞ്ഞ് ഞാൻ അത് കുറച്ച് ഇട്ടു. പിന്നെ ചട്ടിയിൽ അടിയിൽ വയ്ക്കാൻ വളയല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഒനിയൻ ആയിപ്പോയല്ലോ, അപ്പോൾ ആ ഫ്ലേവർ മാറിപ്പോകും. ഏയ് അങ്ങനെയൊന്നുമില്ലടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ടക്കറിയിലല്ലേ, ഞാൻ ഒരു ഉള്ളി അല്ലെങ്കിൽ 1.5 ഉള്ളിയൊക്കെ ഇടും. എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെന്താണ്, കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നുണ്ട്. അത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ഉലുവയുടെ ഇല ഡ്രൈ ആക്കിയതാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ ജിനിമോളെ ഞാൻ വരുന്നുണ്ട് അടിപൊളി ടീ കുടിക്കാൻ, ഞാനൊരു സ്ട്രോങ് ടീ ലവറാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഞാൻ വേഗം നമ്മുടെ ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒന്നും ഇവിടെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം 3 എഗ്ഗ് കഴിക്കാൻ പറ്റും. ഞാനിവിടെ 2 എഗ്ഗ് കഴിക്കുന്നുണ്ട്. രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 1 എഗ്ഗ് ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കാം. എഗ്ഗ് ഏത് വെറൈറ്റിയിലും എനിക്ക് ഉണ്ടാക്കാം കേട്ടോ, സ്ക്രാമ്പിളായിട്ടും പുഴുങ്ങിയിട്ടും അതുപോലെ സ്പാനിഷ് ഓംലേറ്റ് ആക്കിയിട്ട് അങ്ങനെ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത എല്ലാ ഐറ്റംസും ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ഈ കട്ടിംഗ് ബോർഡ് സൂപ്പറാട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ ഇതിലോട്ട് 4 എഗ്ഗാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. പക്ഷേ ഈ 4 എഗ്ഗ് ഞാൻ കഴിക്കില്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ 1/4 കഴിക്കുള്ളൂ. നമ്മളൊരു ചട്ടിയിൽ ഒന്നിച്ചുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇത് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇച്ചിരി ബട്ടറോ ഓയിലോ ആക്കിയാൽ മതി. അപ്പോൾ തിരിച്ചും ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓംലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയ എൻ്റെ ഫുഡ് ഞാൻ കാണിക്കാം. ഞാൻ എന്തെല്ലാമാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്നുള്ളത്. ചെറുപയർ പുഴുങ്ങിയത് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെറുപയർ കഴിക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ളത് തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കിയ മാംഗോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, തൈരും എടുത്തിട്ടുണ്ട്. തൈരിൽക്കൊന്നും ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ തടി കുറയ്ക്കുമ്പോൾ മധുരം കുറയ്ക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഉപ്പും കുറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ കല്ലുപ്പാണ് മാക്സിമം യൂസ് ചെയ്യണത്. പൊടിയുപ്പ് അധികം യൂസ് ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം കല്ലുപ്പ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. ബാക്കി വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കും വേണം. പിന്നെ പുറത്തൊക്കെ വെറുതെ ഒന്ന് പോയി കറങ്ങി നടക്കണം. കാരണം ഇച്ചിരി കാറ്റൊക്കെ ഒന്ന് കൊള്ളണ്ടേ, വീട്ടിൻ്റെ ഉള്ളിലേ ഇരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഈവനിങ് എനിക്കൊരു കപ്പ് ചായ കുടിക്കാം. 7 മണിയോടുകൂടി എൻ്റെ ഫുഡിൻ്റെ ടൈമിങ് കഴിയാണ്. വെള്ളവും ഫുഡൊക്കെ ഞാൻ അതിൽ നിർത്തണം. അതുപോലെ തന്നെ എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഫുഡിൻ്റെ മുന്നേ അരമണിക്കൂർ മുന്നേ വെള്ളം കുടിച്ച് ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു കാര്യമാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അങ്ങനെ ചായ സെറ്റാക്കി. എൻ്റെ ചായ ഞാൻ മധുരം ഇല്ലാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ വേഗം അരി ഉഴുന്നു ആട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മിക്സിയുടെ ജാറിൽ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്യിൽ നമ്മുടെ ചോറുണ്ടെങ്കിൽ അത് ഇടണം കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ആട്ടി ആട്ടി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ തന്നെ ഇതിന് പുളിയൊക്കെ വരും. ഐ മീൻ ആ ഉഴുന്നിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ദോശയോ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ തന്നെ അരി ഉഴുന്ന് ആട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ കുറേ നേരം തൊടിയിലൊക്കെ പോയി നമ്മുടെ ചീര ധാരാളം വളർന്നിട്ടുണ്ട്. നമുക്ക് പേരക്ക ഉണ്ടായിട്ടുണ്ട്. പേരക്ക എനിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ, എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ. എനിക്ക് എല്ലാ ഫ്രൂട്ടും കഴിക്കാൻ പറ്റില്ല. ഓവർ മധുരമുള്ള ഫ്രൂട്ടുകളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ പേരക്കൊക്കെ കഴിക്കുക. അപ്പം ഞാൻ കൊയ്യാക്ക എടുത്തു. കൊയ്യാക്കാന്നും ഇവിടെ പറയും. 3 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവച്ചു. ബാക്കി 2 എനിക്ക് വലിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ റിഹാനെ വിളിച്ചു. റിഹാൻ വന്നിട്ട് അത് വലിച്ച് തന്നു. പിന്നെ ഞാൻ മുല്ലപ്പൂ വലിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ റൂമിലേക്ക് കൊണ്ടുവച്ചു. റൂം ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് നൈറ്റാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. പഴം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കണം. ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളെ ഉണ്ടാക്കണം കേട്ടോ. മറ്റന്നാൾ പിന്നെ പോകും. അപ്പം ഞാൻ നാളെ എന്തെങ്കിലും ചിക്കൻ്റെ പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പണി അവിടെ നമുക്ക് പെട്ടെന്നായി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ വേഗം മൂപ്പര് വന്നു തോന്നുന്നു. ഹോണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നൈറ്റ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു മസാല ദോശേൻ്റെ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും ദോശയും മുളക് ചട്നി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാത്രി മസാല കഴിച്ചിട്ട് ഉപ്പാക്ക് ഇനി വയറിന് പ്രശ്നം ഉണ്ടാവണ്ട വിചാരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടെ റെഡിയാക്കി ഒരു ബോക്സിലാക്കി അടച്ചു വെച്ചു. നമ്മുടെ റോസ്റ്റായി വരുന്നത് കണ്ടു കേട്ടോ. 2-3 മണിക്കൂറേ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഉഴുന്നിൻ്റെ മണം ഉണ്ടായിരുന്നു. അതൊന്നും സെറ്റാവുന്ന ആളാകുമ്പോഴത്തേന് ഞാൻ പക്ഷേ പുറത്ത് വെച്ചില്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചു. ഓവർ പുളിയായാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ഒറ്റ വായിൽ ടേസ്റ്റ് നോക്കിയിട്ട് അവന് കൊടുത്തു. അങ്ങനെ അവൻ പൊതുവേ മസാല ദോശൻ്റെ ആളാണ്. ഭയങ്കര ഇഷ്ടമാണ്. എത്ര മസാല ദോശക്ക് ചമ്മന്തി സാമ്പാർ ചട്നി ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ എത്ര എണ്ണം കൊടുത്താലും കഴിക്കും. അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കണണ്ടില്ലേ. പിന്നെ ഞാൻ വേഗം പോയി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇനി നമുക്ക് പാത്രം കഴുകണം. എൻ്റെ ഈ നെയ്റ്റിയുടെ കൈ കുറച്ച്, അതായത് മുട്ട് വരെയുള്ളൂ കേട്ടോ. 3/4 കൈയല്ലേ ഞാൻ എപ്പോഴും ഇടാറ്. എനിക്ക് ഇടാൻ കംഫർട്ട് കുറവൊന്നുമില്ല. നല്ല ലൂസായിട്ട് കിടക്കുന്നുണ്ട്. കഫ്താൻ ടൈപ്പാണ്. പിന്നെ എനിക്ക് വീഡിയോയിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഇടാത്തതുകൊണ്ട് ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. ബോറൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പിക്കിൾ ഉണ്ടാക്കിയത് ഒരു ബോട്ടിലോട്ടാക്കിയിട്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി
വെക്കണം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. ഇക്ക വന്നിട്ടുണ്ട്, വീണ്ടും വീണ്ടും ഹോൺ അടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി ഇത് 1 മിനിറ്റല്ലേ ഉള്ളൂ, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ പൂമുഖ വാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യയൊന്നും ഞാൻ ആവാറില്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് പിന്നെ അങ്ങനെ ഉറക്കൊഴിച്ച് കാത്തിരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിലൊന്നല്ലല്ലോ നമ്മൾ സ്നേഹിക്കുന്നത്, ഒന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മൂപ്പർക്ക് വേണ്ടി മാങ്ങയും കാര്യങ്ങളൊക്കെ ചെത്തി അവിടെ വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കണം. പിന്നെ കിടന്നുറങ്ങണം, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ കമൻ്റ് ഇട്ട ആൾക്കാർക്കാണെങ്കിലും ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറേ നാൾക്ക് ശേഷം എനിക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും വ്യൂസ് വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ വ്ളോഗ് ഒരുപോലെയൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശരി.